ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈഹാസ് വണ്ടർലാൻഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ലൂണാർ ഡേയുടെ ഭാഗമായിട്ട് ഒരു റോക്കറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇനി ഇത് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാം. മെഷർ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് A4 ഷീറ്റ് കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മൾ മുഴുവൻ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 6 ഹാർഡ് ബോർഡിന്റെ പീസാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിക്കിൽ കവർ ചെയ്തതിന്റെ മുകളിൽ കോൺ ഷേപ്പിൽ വെച്ചെടുക്കാം. റോക്കറ്റിന്റെ ഒരു ലുക്ക് കിട്ടാനാണ് നമ്മളിത് വെക്കുന്നത്. നമ്മുടെ ക്യാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ 6 എണ്ണമാണ് ഉണ്ടാക്കിയത്. അതിന് 1 മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് മേൽഭാഗം. അപ്പൊ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മള് ഒന്നെടുക്കുക, ടോപ്പിൽ വെക്കുക, എന്നിട്ട് അടുത്തത് അടിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതെടുത്തിട്ട് ടോപ്പിൽ ഫിറ്റ് ആക്കാം. മറ്റേത് ഇങ്ങനെ കട്ട് ചെയ്തത് ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതെടുക്കുക, ടോപ്പിൽ വെക്കുക, ഇത് അടിയിലും. അപ്പൊ നമ്മളിത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഹാർഡ് ബോർഡ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്കിതിന് ഇനി ഇങ്ങനെ ആയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത് നമ്മളൊരു ഹാർഡ് ബോർഡ് എടുത്തിട്ട് അതിനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സിഗ്നൽ ബോർഡിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പോലെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഇവിടെ ഒട്ടിക്കണം. അതിൻ്റെ സൈഡിൽ 2 വിങ്സും കൂടെ വെച്ചെടുക്കണം. അപ്പൊ നമ്മളെ ചിറകുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് ഇതിന്റെ സൈഡിലായിട്ട് ഒന്ന് ഇവിടെയും പിന്നെ മറ്റേത് ഇവിടെയും ആയിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഏകദേശം നമ്മളെ മോഡൽ ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മോഡിഫിക്കേഷൻ പരിപാടികളാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോ ഇതിന്റെ ഫിനിഷിംഗ് പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ചന്ദ്രയാൻ 3 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഇന്ത്യ വെളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ISROന്റെ ലോഗോവും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഫ്ലാഗുകൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നോക്കിയേ, ഏകദേശം നമ്മുടെ റോക്കറ്റ് ഇവിടെ മോഡിഫിക്കേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ബോർഡിന് ബ്ലാക്ക് കളറും കൂടെ അടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ നമ്മുടെ റോക്കറ്റ് റെഡി. അവസാനം